ഇതോ 5 മിനിറ്റ് ഉണ്ട്. അത് ചെക്ക് ചെയ്യാനോ ലൈറ്റ് ഉണ്ടാവും. അത് പുള്ളി പറയണം അവിടുന്ന്. നീ നോക്കിയിട്ട് ലൈറ്റ് ഉണ്ടോ നോക്കാം. ഗോൽഗോഥാമലമേൽ കേട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാണ്ട് ഇരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെ ഫേസ് ശരിക്കും കാണുന്നില്ല. Praise the Lord, hallelujah. Thank you, Jesus. ഹായ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലൈവിൽ വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമം വന്ദനം ചെയ്യുന്നു. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പ് ലൈവിലായിരിക്കാൻ ദൈവം നൽകുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർമ്മേൽ മീഡിയയുടെ ഈ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിലൂടെ ചില അനുഭവങ്ങളെ പങ്കിടുവാനായി ദൈവം സഹവാസം ഒരുക്കി തന്നുവല്ലോ. അത് എൻ്റെ ജീവിതത്തിൽ പുതിയ അനുഭവമായിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും വളരെ നന്ദി. മാത്രമല്ല, ഗാനങ്ങൾ ആവശ്യപ്പെടുന്ന അനേകർക്ക് പ്രത്യേകാല നിങ്ങളുടെ സ്നേഹവന്ദനമൊക്കെ അറിയിക്കുന്നു.
പലരും ആവശ്യപ്പെട്ട പാട്ടുകൾ ആ സമയത്തിൻ്റെ പരിമിതി മൂലം പാടുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് രണ്ടാമതും കൂടെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ അറേഞ്ച് ചെയ്യുവാനായി കർമ്മേൽ മീഡിയ സമയം കണ്ടെത്തിയത്. സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർമ്മേൽ മീഡിയയുടെ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജയൻ ബ്രദറിനെയും കുടുംബത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാത്സല്യ സ്നേഹൻ പാസ്റ്റർ P.A. ജോസഫ് അദ്ദേഹം എഴുതിയൊരു ഗാനമുണ്ട്. ഇത് 1997 ഇതിൻ്റെ റെക്കോർഡിംഗ് നടന്നത് നാട്ടിൽ വെച്ച്. കാസറ്റിലാണ് അദ്ദേഹം അത് പുറത്തിറക്കിയത്. ആ കാസറ്റിലെ അല്ലെങ്കിൽ ആ ആൽബത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഗാനമുണ്ട്. യേശുവേ നിനക്ക് സ്തോത്രം പാടിയിടുക, ശക്തി എന്നിൽ പകർന്നിടും എന്നൊരു ഗാനം കൂടെ പ്രാരംഭമായി ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിന് മുമ്പായി ഒരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർമ്മേൽ മീഡിയ ഒരുക്കുന്ന ഈ നല്ല സംരംഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം അനവർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ജീവിതത്തിൽ ലഭിച്ചതായ അനുഭവങ്ങളുടെ ഗീതങ്ങൾ പ്രിയപ്പെട്ടവരുമായി പങ്കിടുവാൻ ദൈവം ഒരുക്കുന്ന വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ടെക്നീഷ്യന്മാരെയും ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. തുടർന്നുള്ള സമയം നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗീതങ്ങളെ പാടുവാനും അതിൻ്റെ അനുഭവങ്ങളെ പങ്കിടുവാനും കർത്താവ് സാവകാശങ്ങളെ നൽകണം. പരിശുദ്ധാത്മാവിനായി ബലപ്പെടുത്തുന്നവരാകുന്നു. എല്ലാ മഹത്വം പുകഴ്ചയും തിരുമേനിക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ അരവരക്ഷകൻ്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണം. ഓഡിയോ ക്ലിയർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് പറയുക, നമുക്ക് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. സ്തോത്രം. പാസ്റ്റർ P.A. ജോസഫ് എഴുതിയ ഒരു മനോഹര ഗീതം എൻ്റെ വത്സല സ്നേഹിതൻ ബ്രദർ ജോസ് യോഹനാനാണ്. ജോസ് യോഹനാനും ജിജി സാമും കൂടിയാണ് ഈ പാട്ട് ആദ്യമായി പാടിയത്. ഈ ഗാനം അടുത്ത ആൽബത്തിലൂടെ ഞങ്ങൾ പുറത്തിറക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എൻ്റെ മകൾ അക്ഷയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ യൂട്യൂബിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അക്ഷയുടെ ശബ്ദത്തിലൂടെ ഈ ഗാനം ഒന്നുകൂടെ റീമേക്ക് ചെയ്യാൻ കർത്താവിൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ ലൈവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ ഗാനം ഞാൻ അവതരിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യേശുവേ നിനക്ക് സ്തോത്രം പാടിയിൽ പകർന്നിടൂ, നിന്നെ തന്നെ നിൻമുൻപിലെന്ന് അർപ്പിക്കുന്നു പ്രാണനായക. യേശുവേ നിനക്ക് സ്തോത്രം പാടിയിൽ പകർന്നിടൂ, എന്നെ തന്നെ നിൻമുൻപിലെന്ന് അർപ്പിക്കുന്നു പ്രാണനായക. എന്നെ തന്നെ നിൻ മുൻപിലെന്ന് അർപ്പിക്കുന്നു പ്രാണനായക. ഗോൽഗോഥാമലമേൽ ക്രൂശിൽ നീ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ കഴുകിടൂ. ഗോൽഗോഥാമലമേൽ ക്രൂശിൽ നീ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ കഴുകിടൂ. പാപം നീങ്ങിയ രോഗം മാറി ഞാൻ ശുദ്ധനായി നിത്യം തീർന്നിടാൻ. പാപം നീങ്ങിയ രോഗം മാറിഞ്ഞ ശുദ്ധനായി നിത്യം തീർന്നിടാൻ. യേശുവേ നിനക്ക് സ്തോത്രം പാടിയിടും, പകർന്നിടും,
തന്നെ നിൻ മുൻപിലെന്നും അർപ്പിക്കുന്നു പ്രാണനായക. പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ എന്നെ പൂർണ്ണമായി നിറച്ചിടൂ. പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ എന്നെ പൂർണ്ണമായി നിറച്ചിടൂ. ശക്തിയോടെ നിന്നിഷ്ടം ചെയ്തിട എൻ്റെ വേല തികച്ചിടാൻ. ശക്തിയോടെ നിന്നിഷ്ടം ചെയ്തിട എൻ്റെ വേല തികച്ചിടാൻ. യേശുവേ നിനക്ക് സ്തോത്രം പാടുക, ശക്തി എന്നിൽ പകർന്നിടൂ. എന്നെ തന്നെ നിൻ മുൻപിലെന്നും അർപ്പിക്കുന്നു പ്രാണനായക. എന്നെ തന്നെ നിൻ മുൻപിലെന്നും അർപ്പിക്കുന്നു പ്രാണനായക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഗീതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനവധി അനുഭവങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സംഗീത ലോകത്തിൽ, സംഗീത ജീവിതത്തിൽ, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പങ്കിട്ടുകൊണ്ട് സ്തോത്രം ഞാൻ മുന്നോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരിക്കൽ ഞാൻ ബൈബിൾ കോളേജിൽ സെക്രട്ടറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൊട്ടാരക്കര, എൻ്റെ സ്വന്തം ദേശത്ത് ഒരു കൺവെൻഷൻ, ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൻ്റെ കൺവെൻഷന് എന്നെ പാടുവാനായി അടൂർ സ്വദേശിയായ ഒരു അധ്യാപകനായ ജോൺ സാർ എന്നെ കൂട്ടിക്കൊണ്ടുപോകാനിടയായി തോന്നി. അവിടെ എൻ്റെ പക്കൽ അന്നൊരു അക്കോർഡിനുണ്ടായിരുന്നു. എൻ്റെ അളിയൻ്റെ അല്ലെങ്കിൽ രാജകുമാവലിക്കരുടെ അക്കോർഡിനാണ്. അത് ഞാൻ എടുത്തുകൊണ്ട് ആ കൺവെൻഷൻ പാടുവാനായി കടന്നുപോയി. അന്ന് അക്കോർഡിൻ എന്നൊക്കെ പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. സ്തോത്രം. അതിൻ്റെ ബെല്ലോസൊക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ ഒത്തിരി കാണുന്നവർക്കത് അതിശയം തോന്നും. അങ്ങനെ അതിശയകരമായൊരു ഇൻസ്ട്രുമെൻ്റാണ് അക്കോർഡിൻ. ഇന്നും അത് വളരെ മനോഹരമായ അത്ഭുതമാർന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതുമായി ഞാൻ ആ കൺവെൻഷന് കടന്നുപോയി. കൊട്ടാരക്കരയ്ക്ക് തെക്ക് ഭാഗത്താണ് ആ സ്ഥലം. അവിടെ കടന്നുപോയി ഞാൻ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ഗാനശുശ്രൂഷ തുടങ്ങി. എന്നോടൊപ്പം മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന സഹോദരന്മാരുമുണ്ട്. ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ പാട്ട് പാടി കൺവെൻഷൻ്റെ ഏതാണ്ട് പ്രസംഗത്തിൻ്റെ സമയം അടുത്തു. ഗാനശുശ്രൂഷയുടെ പകുതി സമയമായപ്പോൾ ആ സഭയുടെ നേതാവ് അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ദേവദാസൻ വന്ന് ആക്രോശിച്ചുകൊണ്ട് സ്തോത്രം എന്നെ ഈ സാത്താൻ്റെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുവാനിടയായി തീർന്നു. വളരെ കോപത്തോടെ ഇത് ലൂസിഫറിൻ്റെ പെട്ടിയാണ്, ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് ആ സ്റ്റേജിൽ നിന്ന് എന്നെ ഇറക്കി വിടുവാൻ ഇടയായി തീർന്നു. ഞാൻ വളരെ ദുഃഖത്തോടെ പ്രയാസത്തോടെ അക്കോർഡിൻ ഏതാണ്ട് 5-8 കിലോ വെയിറ്റുണ്ട്. അതുമായി KSRTC ബസ് പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ ഇടയായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു വലിയ അനുഭവമായിരുന്നു. ഇന്നും അത് ഓർക്കുമ്പോൾ മനസ്സിന് വളരെ ഭാരമുണ്ട്. അന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ കലാകാരനെന്ന് പറഞ്ഞാൽ അവർ നികൃഷ്ടജീവികളെ പോലെ പാപികൾ ആണെന്ന്, തീർത്തും പാപികളാണെന്ന് കാണുന്ന ഒരു സമൂഹം ആയിരുന്നു അന്ന്. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. ഇന്ന് അനവധി സ്റ്റേജുകളിൽ അനവധി കലാകാരന്മാർ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്നത് കാണുമ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുന്നത് കാണുമ്പോൾ സ്തോത്രം വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. അന്ന് ഞങ്ങൾക്കൊന്നും അങ്ങനെയുള്ള വേദികളിൽ പോകുവാനോ സംബന്ധിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല, ഭാഗവാക്കാനാകുവാനോ കഴിഞ്ഞിരുന്നില്ല. അത് വളരെ ദുഃഖകരമായ അവസ്ഥകളായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കർത്താവ് സ്തോത്രം അങ്ങനെയുള്ളതായ തിക്ത അനുഭവങ്ങൾ
ജീവിതത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഞാൻ സ്തോത്രം തീർത്തും സംഗീതം എന്ന പാട്ടെന്ന ഈ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് തീർത്തും സഭാ ശുശ്രൂഷയുടെ ബന്ധത്തിൽ മുന്നോട്ട് നീങ്ങാമെന്ന് കർത്താവിൽ ശരണപ്പെട്ടു. എന്നാൽ കർത്താവിൽ ആഗ്രഹിച്ച് മുന്നേറി. എന്നാൽ ദൈവം അവിടെ അനുവദിച്ചില്ല. കർത്താവ് പിന്നെയും സ്തോത്രം പാട്ടുകൾ പാടുവാൻ, ഗീതങ്ങൾ പാടി, ഗാനങ്ങൾ പാടി, ഗാനശുശ്രൂഷകൾ ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ളതായ സാവകാശങ്ങളെ ദൈവം പിന്നെയും വീണ്ടും ഒരുക്കി തന്നു. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്നയോളം ദൈവകൃപയിൽ നിൽക്കുന്നു. പ്രൈസലോ. ഒരുപക്ഷെ എന്നോടൊപ്പം അന്ന് എൻ്റെ സമകാലികരായിരുന്ന അനവധി ആളുകൾ ഇന്ന് ഈ മേഖലയിലുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. പ്രൈസലോ. അനവധി ആളുകൾ പ്രൈസലോ ലൈവിലുണ്ടോ എന്നാ? Praise the Lord. Hi, praise the Lord. Stop. Hello. Check. Praise the Lord. ഇടയ്ക്കൊരു കോള് വന്നു, അതുകൊണ്ടാണ് കട്ടായി പോയത്. ക്ഷമിക്കുക. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രാജു മാവലിക്കരുടെ വളരെ മനോഹരമായ പ്രസിദ്ധമായൊരു ഗീതമുണ്ട്. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്ത് ഞാൻ ചെന്നു എന്ന മനോഹരമായൊരു ഗാനം. കഴിഞ്ഞ ദിവസം അത് ഫേസ്ബുക്കിൽ ആരോ ഒരു സഹോദരൻ പാടി ആ പാട്ടിന് വികലമാക്കി. അത് വളരെ ദുഃഖകരമായ ഒരു അനുഭവമായി മാറി. അതുകൊണ്ട് അതിനെ ആ പോസ്റ്റിന് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. മനഃപൂർവ്വമല്ല. ആ പാട്ട് അതിൻ്റെ ട്യൂൺ വ്യത്യസ്തമായ രീതിയിലാണത് പാടിയതും. മാത്രമല്ല ആ പാട്ടിൻ്റെ അവതാരകനെ അല്ലെങ്കിൽ അതിൻ്റെ സ്തോത്രം ആ പാട്ടിന് ജനനം കൊടുത്ത ആളിനെ മറന്നുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സ്തോത്രം. ആ ഗാനം ഒന്നുകൂടെ പാടുവാനായി കർത്താവിൽ ശരണപ്പെടുന്നു. കേരളക്കരയിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവർക്കും സുപരിചിതമായൊരു ഗാനമാണ് രാജമാവലിക്കരുടെ സംഗീതം പകർന്ന ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്ത് ഞാൻ ചെന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്രിസ്തുദാസാണ് ആ പാട്ട് എഴുതിയത്. സ്തോത്രം. ആ ഗാനം പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനയാനന്ദത്തോടെ ഞാൻ കണ്ടു. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനയാനന്ദത്തോടെ ഞാൻ കണ്ടു. ആയിരം ദൂതസംഗീതങ്ങൾ ആമോദമോടെ പാടുന്നു. ആയിരം ദൂതസംഗീതങ്ങൾ ആമോദമോടെ പാടുന്നു. അതിൽ നടുവിൽ ഞാൻ ചെറുവിണമിട്ടി ആത്മീയ ഗീതങ്ങൾ പാടി ഞാൻ. ആയിരം ദൂതസംഗീതങ്ങൾ ആമോദമോടെ പാടുന്നു. അതിൽ നടുവിൽ ഞാൻ ചെറുവിണമിട്ടി ആത്മീയ ഗീതങ്ങൾ പാടി ഞാൻ. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു.
അനവരതം ദൂതസ്തുതി ചെയ്യും നാഥനയാനന്ദത്തോടെ ഞാൻ കണ്ടു. സ്വർഗ്ഗനാടിൻ്റെ വീഥികൾ കാണുകിൽ ആരും കൊതിച്ചിടുന്നു. ആ സ്വർഗ്ഗനാടിൻ്റെ വീഥികൾ കാണുകിൽ ആരും കൊതിച്ചിടുമെന്നുമേ ആനന്ദം കരകവിഞ്ഞൊഴുകിടും. ആ സ്വർണ്ണ വീഥികൾ കണ്ടാലാരിലും ആ സ്വർഗ്ഗനാടിൻ്റെ വീഥികൾ കാണുകിൽ ആരും കൊതിച്ചിടുമെന്നുമേ ആനന്ദം കരകവിഞ്ഞൊഴുകിടും. ആ സ്വർണ്ണ വീഥികൾ കണ്ടാലാരിലും ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതസ്തുതി ചെയ്യും നാഥനയാനന്ദത്തോടെ ഞാൻ കണ്ടു. കാഴ്ചമാനോജ്ഞമാ ആമോദമേകുമയാരിലും ആത്മസ്വരൂപനമീശനെ ആമോദമോടെ ശുദ്ധർ വാഴ്ത്തുമേ. കാഴ്ചമാനോജ്ഞമാം ആമോദമേകുമയാരിലും ആത്മസ്വരൂപനമീശനെ ആമോദമോടെ ശുദ്ധർ വാഴ്ത്തുമേ. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനയാനന്ദത്തോടെ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അനവധി അനുഭവങ്ങളുടെ ഗാനങ്ങൾ ട്യൂൺ ചെയ്യുവാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. എൻ്റെ വാത്സല്യ സ്നേഹിതൻ പാസ്റ്റർ സജി പീച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചുവല്ലോ, അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ ഗാനമുണ്ട്. പാസ്റ്റർ സജി പീച്ച് എന്മനം പാടും നിൻ മഹാ സ്നേഹത്തെ എന്നാണ് ആ പാട്ട്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ഗാനമാണത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഇന്നുവരെയും അതിൻ്റെ ആൽബം ചെയ്യുവാനോ റെക്കോർഡിങ് ചെയ്യുവാനോ കഴിഞ്ഞിട്ടില്ല. ഒരു രക്ഷകൻ ആവശ്യപ്പെട്ടിങ്ങനെ എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വന്നത് ഓർക്കുന്നു, എന്ത് കഷ്ടപ്പെടുന്ന. ആ പാട്ട് ശരിക്കും എനിക്കറിയത്തില്ല, സോറി, ക്ഷമിക്കണം. ഓക്കെ, പഴയ ഗാനമാണ്. പഴയ ഗാനങ്ങളൊക്കെ നന്നായിരുന്നു, പക്ഷേ ഈ ഗാനം ശരിക്കും എനിക്കറിയത്തില്ല. എന്നറിയാം എങ്കിൽ തന്നെയും ശരിക്കും അറിയത്തില്ല, ക്ഷമിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഈ പാട്ട് കർത്താവദാസ് സജിപ്പിച്ച് എഴുതിയ ഈ ഗാനം പാടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരിക്കൽ അദ്ദേഹം ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് ഈ ഗാനത്തെക്കുറിച്ച് പാട്ട് എഴുതിയ അനവധി ഗാനങ്ങളുണ്ട്. ആ പാട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുതരികയും സ്തോത്രം അത് ട്യൂൺ ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. ക്രൂസിലെ സ്നേഹത്തെ, കർത്താവിൻ്റെ സ്നേഹത്തെ സ്മരിപ്പിക്കുന്ന, ഓർപ്പിക്കുന്ന, ദൈവം നമ്മെ തേടിയെത്തിയ, ദൈവം നമ്മെ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്ന, സ്മരിപ്പിക്കുന്ന, നമ്മെ തേടിയെത്തിയ ഒരു ഗാനമാണ്. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: അനന്തമാം നിൻ ക്രൂസിലെ സ്നേഹം, അവർണ്ണനീയമാം അവ സ്നേഹം, അകതാരു കീറി ചോര ചീന്തി അഗതിയെ നേടിയ സ്നേഹം.
പാട്ട് പാടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പാടും നിൻ മഹാസ്നേഹം, മനം പാടും നിൻ മഹാസ്നേഹം. സൃഷ്ടി ചരാചരങ്ങളും വാഴ്ത്തും സ്തുത്യനേ നിൻ അത്ഭുതം. സൃഷ്ടി ചരാചരങ്ങളും താഴ്ത്തും സ്തുത്യനേ നിൻ അത്ഭുതം. മനം പാടും നിൻ മഹാസ്നേഹം, എൻ മനം പാടും നിൻ മഹാസ്നേഹം. ആനന്ദമാം നിൻ ക്രൂശിലെ സ്നേഹം, അവർണ്ണനീയമാം തവ സ്നേഹം. ആനന്ദമാം നിൻ ക്രൂശിലെ സ്നേഹം, അവർണ്ണനീയമാം തവ സ്നേഹം. അകതാരു തീറി തിരുച്ചോര ചീന്തി അഗതിയെ നേടിയ സ്നേഹം. അകതാരു തീറി തിരുച്ചോര ചീന്തി അഗതിയെ നേടിച്ച സ്നേഹം. മനം പാടും നിൻ മഹാസ്നേഹം, മനം പാടും നിൻ മഹാസ്നേഹം. അരികൾ മുൻപിൽ വിരുന്നൊരുക്കി അനുദിനം നടത്തിയ സ്നേഹം. അരികൾ മുൻപിൽ വിരുന്നൊരുക്കി അനുദിനം നടത്തിയ സ്നേഹം. ഹൃദയ വിപഞ്ചിക വീണമീട്ടി പരന്തയോർത്തു പാടിടും. ഹൃദയ വിപഞ്ചിക വീണമീട്ടി പരന്തയോർത്തു പാടിടും. എൻ മനം പാടും നിൻ മഹാസ്നേഹം, മനം പാടും നിൻ മഹാസ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു പഴയ ഗാനം പാടാമോ എന്ന് ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യുവെന്ന് ഓർക്കുന്നത് എന്ന ആ ബിനു പുതുവേൽ അദ്ദേഹമാണ് ആ പാട്ട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു പഴയ ഗാനം ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിപ്പ എന്ന ഗാനം പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഓക്കെ, ഇന്ന് മോൾ അക്സ ലൈനിലുണ്ട്. ഇടയ്ക്ക് അവൾ അക്സ ഒന്ന് രണ്ട് പാട്ടുകൾ പാടുന്നതായിരിക്കും എന്ന കാര്യം ഓർപ്പിക്കുന്നു. സ്തോത്രം.
ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ചിന്തിയല്ലോ സുന്ദര ചിന്തിയല്ലോ സുന്ദര തങ്ങേനിക്കായി കൃപയേ 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 ചന്തം ചിന്തും തീരും പേർ എൻ പേർക്കാർ ചന്തം ചിന്തും തിരുമേ എൻ പേർക്കാർ സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞു സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞു ബന്ധമില്ലാത്ത ഓർത്ത് ബന്ധമില്ലാത്ത ഓർത്തു വീണ്ടെടുത്തു എന്നെയും 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 വീണ്ടെടുത്തു എന്നെയും 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 ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ഭാഗരങ്ങൾ തിരുവാണികളാലേ കാൽകരങ്ങൾ തിരുവാണികളാലേ ചേർത്തടിച്ചു പരനെ മരക്കുരിശ് ചേർത്തടിച്ചു പരനെ മരക്കുരിശ് തൂങ്ങിക്കിടക്കുന്നു സ്നേഹ സ്വരൂപൻ തൂങ്ങിക്കിടക്കുന്നു സ്നേഹ സ്വരൂപൻ ആയെനിക്കായി മരിച്ചു 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 ആയെനിക്കായി മരിച്ചു 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 ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 കൃപയേ. Praise the Lord. സ്തോത്രം. എൻ്റെ മകള് അക്സ അയർലൻഡിൽ നിന്ന് ലൈവിൽ വന്നിട്ടുണ്ട്. അവള് സൗകര്യപ്രദമാണെങ്കിൽ പാട്ട് പാടുവാനും ഓക്കെ. ഇൻവൈറ്റ് വന്നിട്ടില്ല. സ്തോത്രം. പണ്ട് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിലൊക്കെ പാടുന്ന ഫേവറേറ്റ് ആയൊരു ഗാനമുണ്ട്. ആ പാട്ടിങ്ങനെയാണ്, വേഷി ബദല ക്യാ ഹുവ.
എന്നൊരു ഗാനമാണ് അത്. അനവധി ആളുകൾ പല സ്ഥലങ്ങളിലും അനവധി പ്രാവശ്യം പാടുവാനായി ആവശ്യപ്പെടുന്ന ഒരു ഗാനമാണ്. നമുക്കറിയാമല്ലോ, നോർത്തത്തിലായിരിക്കും, നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. വേഷഭ്രാന്തികളാൽ വേഷത്തിലല്ല കാര്യം, നമ്മുടെ മനസ്സാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത്. കർത്താവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോർജാണ് അത് പാട്ടിൻ്റെ അവതാരകൻ. അദ്ദേഹമാണ് ആ പാട്ട്. അദ്ദേഹം ഒരു പഴയ ഗാനമാണ് അദ്ദേഹം, പക്ഷേ അദ്ദേഹം അതിൻ്റെ ട്യൂൺ ഒരു വ്യത്യാസപ്പെടുത്തി പാടിങ്ങനെ. വേഷ ബദലാ ക്യാ ഹുവാ ദിൽ കോ ബദലനാ चाहिए एक बात नहीं वेश बदला क्या हुआ दिल को बदलना चाहिए एक दो बातें नहीं बिल्कुल बदलना चाहिए. वेश बदला क्या हुआ दिल को बदलना चाहिए एक बात तो नहीं बिल्कुल बदलना चाहिए. वेश बदला क्या हुआ दिल को बदलना चाहिए एक बात तो नहीं बिल्कुल बदलना चाहिए. बदला क्या हुआ दिल को बदलना चाहिए एक दो बातें नहीं बिल्कुल बदलना चाहिए. वेश बदला क्या बदलना के लिए यीशु से मिलना चाहिए. जो सुनो बाइबल से वो दिल से समझना चाहिए. दिल बदलने के लिए यीशु से मिलना चाहिए. यीशु बदला क्या हुआ दिल को बदलना चाहिए एक
അക്സയ ഇൻവൈറ്റ് ചെയ്യണം. ഇത് അക്സയ ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ. അതെ. അക്സയ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇനി പ്രേക്ഷകർ ഏതെങ്കിലും പാട്ടുകൾ പാടണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടാം. വിട്ടുപോകുന്നു ഞാൻ ഈ ദേശം. വിട്ടുപോകുന്നു ഞാൻ ഈ ദേശം. ഓക്കെ. വിട്ടുപോകുന്നീ ഞാൻ ഈ ദേശം എന്ന ഒരു പ്രത്യാശഗീതം പാടുവാനായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ക്ഷമിക്കണം, ആ പാട്ടൊന്ന് എടുത്തു വരട്ടെ. വിട്ടുപോകുന്നു ഞാൻ ഈ ദേശം എന്ന ഗാനം പോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം നേടുവാൻ വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി ദേശീയായി പാർത്ത ദേശം, നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എൻ്റെ ആയുസ്സ് മുഴുവൻ
നിന്റെ നന്മകൾ കൊത്തതുപോ ഒന്നും ചേരില്ല ഞാനീ ഭൂമി. നിന്റെ നന്മകൾ കൊത്തതുപോ വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്തദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മൃതമർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്തദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. പ്രൈസലോ. മറ്റൊരു ബ്രദർ കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ എന്ന പാട്ട് പാടാമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രമിക്കാം. ഓക്കെ. കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകശം പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകശം പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും,
ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭവനെ ആകാശമപ്പുറം കൂടിയിടുന്നു പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭവനെ ആകാശമപ്പുറം കൂടിയിടുന്നു പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പാസ്റ്റർ ജിക്സൺ ജെയിംസ് ആവശ്യപ്പെട്ട പാട്ട് യേശുവേ രക്ഷദായക ഇതാണോ? യേശുവേ രക്ഷാദായക ആ ഗാനമാണോ? നോക്കിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് യെസ് യേശുവേ രക്ഷാദായക ആ ഗാനമാണെന്ന് തോന്നുന്നു. പാടുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉന്നതി വെടിഞ്ഞവരെ മണ്ണിൽ താണു വന്നവനെ ഉന്നതി വെടിഞ്ഞവനെ മണ്ണിൽ താണു വന്നവനെ എനിക്കായി തല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത് എനിക്കായി തല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത് യേശുവേ രക്ഷാദായക നിന്റെ സന്നിധി വരുന്നു എൻ്റെ പാപഭാരവുമാ രക്ഷകേ എൻ്റെ പാപഭാരവുമാ ശാപരോഗമേറ്റവനെ പാപമായി തീർന്നവനെ ശാപരോഗമേറ്റവനെ പാപമായി തീർന്നവനെ
പാടുകൾ കേട്ടത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു. എൻ്റെ പാപഭാരമല്ല രക്ഷമേ, എൻ്റെ പാപഭാരവുമാ രക്ഷമേ. Praise the Lord. Okay. വീക്ഷിക്കുന്ന എല്ലാവർക്കും കർത്താവിന് മഹത്വം. കർത്താവിൻ്റെ ദാസനും രാജുമാവലിക്കലൂടെ ഒരു പ്രത്യാശ ഗാനം കൂടെ പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഹായത്ര ഭാഗ്യമൻ സ്വർഗവാസം, ഓർത്താൽ എന്താനന്ദം ഇന്നുമെന്നും. സ്തോത്രം. മനോഹരമായ ആ ഗീതം കൂടെ പാടി വൈൻഡപ്പ് ചെയ്യുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. ഓക്കെ, നീ എന്നും എൻ്റെ രക്ഷകൻ എന്ന ഗാനം മറ്റാൾ പാടുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് ശേഷമായി പാടാം. എത്ര ഭാഗ്യമൻ സ്വർഗവാസം, ഓർത്താലന്താനന്ദം എന്നും എന്നും. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു ആശ്വാസദേശമൻ സ്വന്തദേശം. എത്ര ഭാഗ്യമൻ സ്വർഗവാസം, ഓർത്താലന്താനന്ദം എന്നും എന്നും. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു ആശ്വാസദേശമൻ സ്വന്തദേശം. എത്ര ഭാഗ്യമൻ സ്വർഗവാസം. കണ്ണുനീർ നീങ്ങും വീണകൾ മാറും സ്വച്ഛമാം ജീവ നദീ തൻ തീരം. കണ്ണുനീർ നീങ്ങും വീണകൾ മാറും സ്വച്ഛമാം ജീവ നദീതീരം. കട്ടത പട്ടിണി നീങ്ങി വാഴും എന്തോരാനന്ദം സ്വർഗവാസം. കഷ്ടത പട്ടിണി നീങ്ങി വാഴും എന്തോരാനന്ദം സ്വർഗവാസം.
ഹായത്ര ഭാഗ്യമൻ സ്വർഗവാസം. ഓർത്താലന്താനന്ദം ഇന്നും എന്നും. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. ആശ്വാസദേശമൻ സ്വന്തദേശം. ഹായത്ര ഭാഗ്യമൻ സ്വർഗവാസം. കർത്താവിൻ നാമത്തിൽ നാം സഹിച്ച കഷ്ടത മാറി വസിക്കുമെന്ന്. കർത്താവിൻ നാമത്തിൽ നാം സഹിച്ച കഷ്ടത മാറി വസിക്കുമെന്ന്. കണ്ണുനീർനാഥൻ തുടയ്ക്കുമെന്ന്. നിന്ദകൾ നീങ്ങി വസിക്കുമെന്ന്. കണ്ണുനീർനാഥൻ തുടയ്ക്കുമെന്ന്. നിന്ദകൾ നീങ്ങി വസിക്കുമെന്ന്. ഹായത്ര ഭാഗ്യമൻ സ്വർഗവാസം. ഓർത്താലന്താനന്ദം എന്നുമെന്നും. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. ആശ്വാസദേശമൻ സ്വന്തദേശം. ഹായത്ര ഭാഗ്യമൻ സ്വർഗവാസം. സൂര്യചന്ദ്രാദികളൊന്നും വേണ്ട. സ്വർപ്പൂരി തന്നിൽ പ്രകാശം നൽകാം. സൂര്യചന്ദ്രാദികളൊന്നും വേണ്ട. സ്വർപ്പൂരി തന്നിൽ പ്രകാശം നൽകാം. കുഞ്ഞാടാം കർത്തനതിൻ്റെ ദൈവം എന്നും നൽജ്യോതിസാം സ്വർഗനാട്ടിൽ. കുഞ്ഞാടാം കർത്തനതിൻ്റെ ദൈവം എന്നും നൽജ്യോതിസാം സ്വർഗനാട്ടിൽ. ഹായത്ര ഭാഗ്യമൻ സ്വർഗവാസം. ഓർത്താലന്താനന്ദം എന്നുമെന്നും. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. ആശ്വാസദേശമൻ സ്വന്തദേശം. ഹായത്ര ഭാഗ്യമൻ സ്വർഗവാസം. Okay. Praise the Lord. Hallelujah. ആവശ്യപ്പെട്ട ഗാനം ഷെബ. ഇത് കേട്ടോ, അതിൻ്റെ പേര് അത് ഞാൻ കണ്ടു. അതിന് മുമ്പ്
ഓക്കെ. അക്ഷയ ആവശ്യപ്പെട്ടിരിക്കുന്നത് നീതിയിൽ ഞാൻ നിന്റെ മുഖത്തെ കാണും. അത് കർത്താവദാസൻ രാജുമാവലിക്കരയുടെ ഒരു ഗാനമാണ്, മനോഹരമായ ഗാനമാണ് നീയെന്നും. അതിന് മുമ്പായിട്ട് നീയെന്നും എൻ്റെ രക്ഷകൻ, ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടത് പാടുവാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. രക്ഷകൻ അല്ലേ? ശരി. ഓക്കെ, ഞങ്ങളുടെ ക്രൂസിൻ്റെ മാർഗം എന്ന ആൽബത്തിൽ ആ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രദർ അഭിലാഷ് പീറ്ററാണ് മനോഹരമായ പഴയ ഗാനം പാടിയിരിക്കുന്നത്. നീ എന്നും എൻ്റെ രക്ഷകൻ, ആഹാ നീയെ മതി എല്ലാം മാറുന്നത്. നീയെന്നും എൻ രക്ഷകൻ, ആഹാ നിന്നിൽ ചാരുന്ന നേരത്തും നീങ്ങുന്നൻ വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തും നീങ്ങുന്നൻ വേദനകൾ. നീയെന്നും എൻ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ, നീയല്ലാതെ ഭാരം താങ്ങുവാനാ ഇല്ലെനിക്കാരുമേ. നീയല്ലാതെ ഭാരം താങ്ങുവാനാ ഇല്ലെനിക്കാരുമേ. നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും, നീ എന്നെ കൈവിടാ. നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും, നീ എന്നെ കൈവിടാ. നീ എന്നും എൻ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ. നിന്നിൽ ചാരുന്ന നേരത്തും നീങ്ങുന്നൻ വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തും നീങ്ങുന്നൻ
കർത്താവിൻ്റെ ദാസൻ രാജമാവലിക്കരുടെ മനോഹരമായ ഒരു ഗീതമുണ്ട്. അത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അച്ഛയാണ്. നീതിയിൽ ഞാൻ നിൻ്റെ മുഖത്തെ കാണും. ഓക്കെ. മുഖത്തെ കാണും പാട്ടില്ല. ഓക്കെ. മറ്റൊരു സഹോദരൻ അമ്പയർശിലെയും പാടാൻ ആവശ്യപ്പെട്ടു. അമ്പയർശനും വാക്സിലെയും നന്നായി അതിൻ്റെ അമ്പയരൂശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരേ വരുന്ന നാം എന്തു മനോഹരം. അമ്പയരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പയരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരേ വരുന്ന നാളെന്തു മനോഹരം. അമ്പരേ വരുന്ന നാളെന്തു മനോഹരം. അമ്പയരൂശലേം തന്മണവാളനോ വേണ്ടിയലങ്കരി ചുള്ളൊരു മണവാട്ടി തന്നെ കന്യ. നല്ല പ്രവർത്തികളായ സുചേലയെ നല്ല പ്രവർത്തികളായ സുചേലയെ മല്ല വീഴി ധരിച്ചു കൊണ്ടവിരാമയ മല്ല ധരിച്ചു കൊണ്ടവിരാമയ അമ്പയരൂശലേ കനകവും മുത്തും രത്നം ഇവയണിയില്ലെങ്കിലും കനകവും മുത്തും രത്നം ഇവയണിയില്ലെങ്കിലും സുമുഖിയാമിവൾ കണ്ടം ബഹുരമണീയ സുമുഖിയാമിവൾ കണ്ടം ബഹുരമണീയ. അമ്പയരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പയരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരേ വരുന്ന നാളെന്തു മനോഹരം. അമ്പരേ വരുന്ന നാളെന്തു മനോഹരം.
അമ്പ യെരൂശലേ സ്തോത്രം. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമാണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് നീതിയിൽ ഞാൻ നിന്റെ മുഖത്തെ കാണും, വരുമ്പോൾ ഞാൻ നിന്റെ ദീപം കണ്ട് തൃപ്തനാകും. ആ പാട്ട് എൻ്റെ ലിറിക്സ് കൈവശമില്ല, എങ്കിലും ഓർമ്മയുള്ളിടത്തോളം പാടാം. നീതിയിൽ ഞാൻ നിന്റെ മുഖത്തെ കാണും, ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നിന്റെ മുഖത്തെ കാണും, ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അധരങ്ങളാൽ എൻ്റെ പ്രാർത്ഥനയെ നീ ചെവിക്കൊണ്ട്, കപടമില്ലാത്ത അധരങ്ങളാൽ എൻ്റെ പ്രാർത്ഥനയെ നീ ചെവിക്കൊണ്ട്, എൻ്റെ ചൊരിയപ്പെടേണമേ, കാരുണ്യം ചൊരിയപ്പെടേണമേ. നീതിയിൽ ഞാൻ നിന്റെ മുഖത്തെ കാണും, ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. വരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. എൻ്റെ കാൽകൾ വഴുതിയില്ല, എൻ്റെ നടപ്പ് നിന്നിൽ ആയതിനാൽ. എൻ്റെ കാൽകൾ വഴുതിയില്ല, എൻ്റെ നടപ്പ് നിന്നിൽ ആയതിനാൽ. നിന്നെ ശരണമാകുന്നോരേ, നിന്നത്ഭുത കാരുണ്യം ചൊരിയപ്പെടേണമേ, നിന്നത്ഭുത കാരുണ്യം ചൊരിയപ്പെടേണമേ. നീതിയിൽ ഞാൻ നിന്റെ മുഖത്തെ കാണും, ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും.
Praise the Lord. Thank you, Lord Jesus. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായല്ലോ. അതുകൊണ്ട് ഇവിടെ അവസാനത്തെ യെസ്, എൻ്റെ വാത്സല്യ മറക്കാനാകാത്തൊരു സഹോദരനായിരുന്നു പാസ്റ്റർ എൻ ടി ജോസ്. ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ശുശ്രൂഷനായിരുന്ന ഭദ്രദാസൻ അനവധി ഗാനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ പ്രശസ്തമായ ഗാനങ്ങളിൽ ഒരു പാട്ടാണ് യേശുവിൻ്റെ അടിസ്ഥാനം. യേശുവിൻ്റെ അടിസ്ഥാനം, യേശുവിൻ്റെ അടിസ്ഥാനം. അതേപോലെ മറ്റൊരു ഹിറ്റായ മറ്റൊരു ഗാനമാണ് കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിന് നീ. അത് പ്രത്യേക അനുഭവത്തിൽ അദ്ദേഹം എഴുതിയതാണ്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ അനുഭവം വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സാഹചര്യത്തിൽ മറ്റൊരു വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് പോകുവാൻ നിർവാഹമില്ലാത്തവനായി വഴിയിൽ കുടുംബമായി നിൽക്കുമ്പോൾ ദേവദാസൻ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ഗാനമാണത്. കോട്ടയത്ത് ഞാൻ പാർക്കുമ്പോൾ, തിരുവഞ്ചൂരിൽ എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ വസിക്കുമ്പോൾ പാർക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കോട്ടയത്ത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ടായിരുന്നു, പ്രയർ ഗ്രൂപ്പുണ്ടായിരുന്നു, വടവാതൂർ. അത് ലോകപ്രശസ്തയായ പാട്ടുകാരി ആലീസ് മാത്യുവിൻ്റെ ഭവനത്തിൽ വെച്ചായിരുന്നു ആ പ്രാർത്ഥന ലോകം എല്ലാ ആഴ്ചയിൽ നടക്കാറുള്ളത്. അവിടെ പാസ്റ്റർ ജോസും ഞാനും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സിസ്റ്റർ ആലീസിൻ്റെ സഹോദരൻ ബൈജു, അദ്ദേഹം ഇപ്പം ദേവദാസനാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് പിരിയുമായിരുന്നു. വിവിധ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞെരുക്കത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ഈ പാട്ടുകൾ എഴുതിയ അദ്ദേഹം എൻ്റെ അടുക്കൽ കൊണ്ടുവരും. അദ്ദേഹം എഴുതിയ പാട്ട് എഴുതിയപ്പോഴുള്ള ട്യൂണാണ് ആദ്യത്തെ 4 വരി, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിന് നീ. ആ ട്യൂണിൽ തന്നെയാണ് അദ്ദേഹം ആ പാട്ടുകൾ മൊത്തം എഴുതിയത്. എന്നാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാടിയപ്പോൾ ഞാൻ അല്പമായി ഒന്ന് വ്യത്യാസപ്പെടുത്തി. ചിലരൊക്കെ സെയിം ട്യൂണിൽ തന്നെയാണ് പാടുന്നത്. എന്നാൽ 2 വേർഷനും ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അതിൻ്റെ സ്റ്റാൻസ അവിടെ നിന്ന് തന്നെ വ്യത്യാസമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഞാനാണ് ആ സ്റ്റാൻസയ്ക്ക് മറ്റൊരു ട്യൂൺ പകർന്ന് നൽകിയത്. ആ ഗാനം സ്തോത്രം എങ്ങനെയാണ്? കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും കൃപയിൽ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും കൃപയിൽ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ
സഹിച്ചു എന്നും നടത്തിടും ധരയിൽ കരയുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ കുഞ്ഞുങ്ങളിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഒരു സഹോദരി, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമായിരുന്നു. സഹോദരി മനസ്സേ വ്യാകുലമരുതേ എന്ന പാട്ട് പാടണം. സ്തോത്രം. വിത്തൗട്ട് മ്യൂസിക്കിൽ ആ പാട്ട് പാടുന്നത് അത്ര ഭംഗിയല്ല. അതുകൊണ്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റെ പ്രാരംഭ വരികളിൽ ചിലത് പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മനസ്സേ വ്യാകുലമരുതേ കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല. ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. സമ്പന്ന ഭരണിയിൽ നിന്നവൻ തൂകും നിരന്തരമനുഗ്രഹം മാരെ പോൽ ചൊരിയും. മനസ്സേ വ്യാകുലമരുതേ കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. നിത്യനാം ദൈവം തൻ അനുഗ്രഹശാലകൾ, നിത്യനാം ദൈവം തൻ അനുഗ്രഹശാലകൾ നിനക്കായി തുറന്നിടും. നീ ചോദിക്കിൽ
ആകാശപ്പറവകൾ വിതയ്ക്കുന്നില്ല, അവനവനവകാശം ന്യായമായി കൊടുക്കും. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. അബ്രഹാമിൻ ദൈവം തൻ, ഇസഹാക്കിൻ ദൈവം തൻ, അബ്രഹാമിൻ ദൈവം തൻ, ഇസഹാക്കിൻ ദൈവം തൻ. യോസേഫ് ഭവനെ മിസ്രയീമിൽ കരുതി, ക്ഷാമകാലത്തെല്ലാം ക്ഷേമമായി പോറ്റി, പ്രഭുക്കളിൽ അവനെ പ്രഭുവായി കരുതി. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. അനവധി അനുഭവ ഗാനങ്ങൾ ഇനിയും പാടുവാനുണ്ട്. കർത്താവിൽ പ്രസിദ്ധനായ കഴിഞ്ഞ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു. Praise the Lord. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് എന്ന ഗാനം കഴിഞ്ഞ തവണ ആരോ റിക്വസ്റ്റ് ചെയ്തിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ആ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ ചില ഈരടികളിലൂടെ പാടി നിർത്താമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ 2 ട്യൂണുണ്ട്. അതിൻ്റെ ട്രഡീഷണൽ ട്യൂണ് ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു. എന്നാൽ കർത്താവിദാസൻ രാജു മാവേലിക്കര മറ്റൊരു ട്യൂൺ അതിന് നൽകിയിട്ടുണ്ട്. മനസ്സ് വ്യാകുലമരുതേ എന്ന ആൽബത്തിൽ ആ ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു തമ്പിയാണ് ആ പാട്ട് ആൽബത്തിൽ പാടിയിരിക്കുന്നത്. ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് തിരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞ് ഓക്കെ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞ് പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യസ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട്
നിറഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞ്. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യസ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് നിറഞ്ഞോടി ഞാൻ. അന്നേ മരിച്ചെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേനെ വന്നരകത്തിൽ. അന്നേ മരിച്ചെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേനെ വന്നരകത്തിൽ. തന്നു നിൻ കൃപദാനം എന്നും ജീവിച്ചിടുവാൻ നിന്നാത്മശക്തിയാലെ നിറയ്ക്കണമേ, നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് നിറഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞ്. പാപിയായി ജീവിച്ചപ്പോൾ പാപിക്കു ദൈവമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യസ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷമാർഗത്തിൽ ആയല്ലോ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷമാർഗത്തിൽ ആയല്ലോ. മാറ്റം വരാതെന്നെ കാക്കേണം പൊന്നുനാഥ, ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം, മേലോകം ചേരുവോളം. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് നിറഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞ്. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല, സ്വർഗ സന്തോഷമില്ല, നിത്യസ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് നിറഞ്ഞോടി ഞാൻ. ഹല്ലേലൂയ. ഇത്രയും നേരം സമയം ലൈവിൽ വരുവാനും ലൈവിൽ ഒരുമിച്ച് കൂടുവാനും ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എൻ്റെ അനുഭവത്തെ ടച്ച് ചെയ്ത ഒരു പാട്ട് കൂടെ പാടി ഞാൻ നിർത്തുന്നു. എൻ്റെ സ്നേഹിതൻ ബ്രദർ ഷാജി തിരുവല്ല എഴുതിയ ഒരു ഗാനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ
വേദിയിൽ എവിടെയായിരിക്കണം എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ചില വരികളാണ്. വിശ്വാസ ജീവിതത്തോണിയിൽ യാത്ര തുടർന്നു ഞാൻ നീങ്ങിടുമ്പോൾ വൈരിയാം തിരമാല ആഞ്ഞടിച്ചിടുന്നു എന്ന മനോഹരമായ ഗീതം. അത് ക്രൂശിൻ്റെ മാർഗം എന്ന ആൽബത്തിൽ കസ്റ്ററിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം. യൂട്യൂബിലിപ്പോൾ അത് സുലഭമാണ്. കസ്റ്ററിൻ്റെ ലിസ്റ്റിൽ ഹിറ്റ്സ് ഓഫ് കസ്റ്റർ എന്ന ലിസ്റ്റിൽ ആ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാടി ഞാൻ എൻ്റെ തീരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാനെന്നും ജീവിക്കുക, ഞാനെന്നും ക്ഷമിക്കുക, പറഞ്ഞ പാട്ടല്ല പാടിയത്. വിശ്വാസ ജീവിത യാത്ര തുടർന്നു ഞാൻ നീങ്ങിടുമ്പോൾ, വിശ്വാസ ജീവിത യാത്ര തുടർന്നു ഞാൻ നീങ്ങിടുമ്പോൾ, വൈരിയാം തിരമാല ആഞ്ഞടിച്ചിടുന്നു, തകർത്തിടുന്നു, പടകത്താണിടുന്നു. വൈരിയാം തിരമാല ആഞ്ഞടിച്ചിടുന്നു, തകർത്തിടുന്നു, പടകത്താണിടുന്നു. വിശ്വാസ ജീവിത ഞാൻ പോലും അറിയാതെ പൊൻകരങ്ങളാലെ എൻ്റെ രക്ഷക, ഞാൻ പോലും അറിയാതെ പൊൻകരങ്ങളാലെ വീണ്ടെടുത്ത എൻ്റെ രക്ഷക. വിശ്വാസ ജീവിത യാത്ര തുടർന്നു ഞാൻ നീങ്ങിടുമ്പോൾ, വിശ്വാസ ജീവിത പണ്ട് കാറ്റിനെയും വൻതിരമാലകളെയും ശാസിച്ചു നിർത്തിയ ശബ്ദം, പണ്ട് കാറ്റിനെയും വൻതിരമാലകളെയും ശാസിച്ചു നിർത്തിയ ശബ്ദം, എൻ്റെ രക്ഷയ്ക്കായി നിൻ വചനം വിശ്വാസ ജീവിത സിയോൻ തുറമുഖത്ത് അടുപ്പിക്കും ഞാൻ പടക്,
തൻ വന്നിടും ആ തീരത്ത് വിശ്വാസ ജീവിത യാത്ര തുടർന്നു നീങ്ങിടുമ്പോൾ വിശ്വാസ ജീവിത പ്രിയരെ വൈൻഡപ്പ് ചെയ്യട്ടെ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. പിന്നെയും ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഗാനങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം നൽകുന്ന നല്ല അവസരത്തിനായി ശ്രദ്ധിക്കുന്നു. കർമ്മയിൽ മീഡിയയ്ക്കായി സ്തോത്രം, ജയംഭർത്തനായ കുടുംബത്തിനായ സ്തോത്രം. തൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആയിരങ്ങൾക്ക് ആശ്വാസവും കർത്താവിൻ്റെ നാമം സുവിശേഷം എത്തിക്കുവാൻ തൊക്കണം പ്രയത്നിക്കുന്ന ഈ പ്രയത്നം സ്തോത്രം ഏവർക്കും സുലഭമായി തീർക്കണമേ, ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീഡിയയെ അനുഗ്രഹിക്കണം. അടിയനെ ശ്രമിച്ച എല്ലാവർക്കും കർത്താവ് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് തിരുകൃപയ്ക്കായി പിന്നെ ഞങ്ങളെ കാക്കും മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ ഞങ്ങളെ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വരവിനാൽ ഞങ്ങളെ ഒരുക്കണം, പ്രത്യാശ നിലനിർത്തണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെയും ദേശത്തെയും വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ, ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളോട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു.